ഹായ് ഫ്രണ്ട്സ്, മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു അതിമനോഹരമായ ഇൻഡോർ പ്ലാന്റാണ്. അഗ്ലോണിമ എന്ന വിളിപ്പേരിലുള്ള ഈ ചെടി, ഇതിൻ്റെ പച്ചയും ചുവപ്പും കലർന്ന ഇലകളാണ് ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നത്. അഗ്ലോണിമയുടെ പ്രധാന ആകർഷണീയതയാണ് അതിൻ്റെ വർണ്ണാഭമായ ഇലകൾ. പച്ചപ്പിനൊപ്പം ചുവപ്പും മനോഹാരിതയും കലർന്നുള്ള ചെടികൾ നമ്മുടെ വീട്ടിൽ ഗാർഡനിങ്ങിന് നല്ല ഭംഗി പകരുമെന്നുള്ളതാണ് പ്രത്യേകത. ഇതിൻ്റെ ഒരു തണ്ട് മാത്രം മതി അടുത്ത ഒരു ചെടി ഉണ്ടാക്കിയെടുക്കാൻ. മണലിൽ കുത്തിവെച്ചാൽ പെട്ടെന്ന് തന്നെ വേരുണ്ടാകുകയും അതിൽ നിന്ന് ഒരു പുതിയ ചെടി ഉണ്ടാകുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരു ചെറിയ തണ്ടെടുത്ത് വെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അതിൽ വേര് പിടിക്കുകയും ചെയ്യും. ഈ ചെടി പോട്ടിൽ തിങ്ങി നിറഞ്ഞ് വളരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു തൈ നട്ടതിന് ശേഷം ഓരോ മാസം കൂടുമ്പോഴും ചാണകപ്പൊടി അതിൻ്റെ ചുവട്ടിൽ വിതറി കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് തൈകൾ അതിൽ നിന്ന് ഉണ്ടായി വരികയും അതിൽ പോട്ട് നിറഞ്ഞ് ആ ചെടി നിൽക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ ചെടി അങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. വെള്ളം നല്ലതുപോലെ വാർന്നു പോകുന്ന പൊടിയുള്ള മണ്ണ്, അതായത് മണൽ ചേർന്ന പോട്ടിംഗ് മിക്സറാണ് ഈ ചെടി നടാൻ ഏറ്റവും അനുയോജ്യം. അല്ലാതുള്ള മണ്ണിൽ നടുകയാണെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ചെടി അഴുകിപ്പോകാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. ഇത് പടർന്ന് കിളിക്കുന്ന ഒരു സൈസിലെ അഗ്ലോണിമയാണ്. കാരണം ഇത് മുകളിലോട്ട് തണ്ട് വളർന്ന് ഇങ്ങനെ വലുതായി വരുന്ന ഒരു സൈസല്ല. ഇതിങ്ങനെ പടർന്ന് പോവുകയാണ് ചെയ്യുക. ഒന്നോ രണ്ടോ ഇലകൾ മാത്രം ഇതിന് വന്നിട്ട് പിന്നെ അടുത്ത ഒരു പടർന്നു പോകുന്ന ഒരു രീതിയിലുള്ള ഒരു അഗ്ലോണിമയാണിത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. വെള്ളയും പച്ചയും ഒക്കെ ചേർന്ന കളറാണ് ഇതിനുള്ളത്. അല്ലാതെ അല്പം തണ്ട് വന്നിട്ട് അല്പം മുകളിലേക്ക് കിളിച്ച് നിൽക്കുന്ന ഇതേ കളറിലുള്ള അഗ്ലോണിമയും എൻ്റെ കയ്യിലുണ്ട്. ഇത് വേറെ ഒരു സൈസാണ്. ഇത് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. ഒരു റോസും ഒരു മഞ്ഞയും പച്ചയും ഒക്കെ ചേർന്ന് കിടക്കുന്ന ഒരു ഭംഗിയാർന്ന ഇലകളാണ് ഇതിൻ്റെ. ഒരുപാട് വെള്ളമൊന്നും ഇതിന് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. മണ്ണ് വരളുന്നതിന് മുൻപ് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അധികം വെള്ളം കൊടുക്കുകയാണെങ്കിൽ വെള്ളം കെട്ടി നിന്നാൽ ചെടി അഴുകിപ്പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല പോട്ടിംഗ് മിക്സർ ആണെങ്കിൽ നമുക്ക് മഴയത്തും വയ്ക്കാം. എൻ്റെ ചെടികളെല്ലാം ഞാൻ വെളിയിൽ മഴ കൊള്ളുന്ന സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കാരണം നമ്മുടെ പോട്ടിംഗ് മിക്സർ നല്ല ഇളക്കമുള്ള മണ്ണാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒരുപാട് തഴച്ച് വളരുന്നത്. ഒരുപാട് ചെടികളായിട്ട് മാറും. അങ്ങനെ നമുക്ക് വീണ്ടും കുറേയധികം ചെടികൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. ഈ ചെടി നമുക്ക് വളർത്തിയെടുക്കാൻ എളുപ്പം സാധിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് നേരിട്ട് സൂര്യപ്രകാശമൊന്നും വേണ്ട. നേരിട്ട് അല്ലാത്ത ചെറിയ പ്രകാശം മതി ഈ ചെടിക്ക്. അതാണല്ലോ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് കൂടി ഇത് എടുക്കുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ഇലകളിലുള്ള ആ ഒരു കളർ വ്യത്യാസങ്ങൾ, നിറങ്ങൾ എല്ലാം അത് അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സൂര്യപ്രകാശം വേണമെന്നൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള പ്രകാശം ഉണ്ടെങ്കിൽ കൂടി അത് നല്ല രീതിയിൽ ഇതിൻ്റെ ഇലകളിൽ ഭംഗി ഉണ്ടാകുകയൊക്കെ ചെയ്യും. കണ്ടോ, ഇത് നമ്മുടെ സാധാ അഗ്ലോണിമയല്ല. കണ്ടാൽ അങ്ങനെ പറയുമെങ്കിലും ഇത് വേറൊരു സൈസാണ്. ഇതിൻ്റെ ഇലകൾക്ക് നല്ല പച്ച കൂടുതൽ കലർന്ന ഒരു ഇലയാണ്. അതിൻ്റെ അരികിലൂടെയും ആ നടുക്കൂടെയൊക്കെ ഉള്ള റോസ് കളറിലെ ഒരു ലൈൻ ഇങ്ങനെ കടന്നു പോകുന്ന രീതിയിലുള്ള ഇലയാണ്. കണ്ടോ, അതൊരു ചെറിയ തൈ. ഇതാണ് ഞാൻ ഫോട്ടോയിൽ കാണിച്ച അതാണ് നമ്മുടെ സാധാ അഗ്ലോണിമ എന്ന് പറയുന്നത്. ഇതും വേറൊരു സൈസാണ്. ഇതിൻ്റെ പച്ച കളറാണെങ്കിലും ഇതിൻ്റെ തണ്ടിന് നല്ല വേറൊരു റോസ് കളർ പോലൊക്കെയുള്ള ഇതും അതേ ഇലകളാണ്. പക്ഷേ എങ്കിൽ ഇതിൻ്റെ തണ്ടിന് പച്ച കളറാണ്. അങ്ങനെയാണ് ഈ ചെടികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഈ ചെടിക്ക് വളം നമ്മൾ കൊടുക്കുമ്പോൾ മാസത്തിൽ ഒരു തവണ മാത്രം വളം ചെയ്ത് കൊടുത്താൽ മതി. അതും ജൈവവളം മാത്രം ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇതിന് വെറുതെ രാസവളങ്ങളൊന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. വളം ഇല്ലെങ്കിൽ തന്നെ ഇത് സാധാ നമ്മുടെ മേൽമണ്ണിൽ നല്ല രീതിയിൽ വളരുന്നൊരു ചെടിയാണ്. അങ്ങനെ ഇത് കാട് പോലെ വളർന്ന് കയറുന്ന രീതിയിലുള്ള ചെടിയാണിത്. ഇത് നമ്മൾ കുറേ ചെടിച്ചട്ടിയിൽ നിറച്ച് ഇങ്ങനെ നിരത്തി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പൂച്ചെടികളെക്കാളും ഭംഗിയുണ്ട് നമ്മുടെ ഈ ഇലച്ചെടികൾക്ക്. ഇത് കണ്ടോ, ഞാൻ വെറുതെ ഇതിൻ്റെ ഒരു കമ്പെടുത്തിട്ട്
ഈ ചെടിച്ചട്ടിയിലോട്ട് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഇതിനകത്തു നിന്നും വേര് വരികയും നല്ല ഇലകളുണ്ടാവുകയും ഇത് വേറൊരു സൈസിലെ ഒരു നല്ല ഭംഗിയുണ്ട് ഈ ഒരു ചെടിക്ക് തന്നെ കാണാൻ കിളിർത്ത് വന്നപ്പോൾ. ഇത് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താണ്. കാരണം ഇതിൻ്റെ പോട്ടിംഗ് മിക്സർ നല്ല ഇളക്കമുള്ള മണ്ണാണ്. കാരണം ഞാൻ ഈ ഒരു ഓർക്കിഡ് നട്ടിരിക്കുന്ന ചെടിച്ചട്ടി അതിനും പോട്ടിംഗ് മിക്സർ നമ്മൾ ഇളക്കമുള്ളതാണല്ലോ ഇടുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് അങ്ങനെ വെച്ച് കൊടുത്തത്. ഇത് വേറൊരു സൈസാണ് കണ്ടോ. ഇതിൻ്റെ ഭംഗി കണ്ടോ, അതിൻ്റെ തണ്ടുകൾക്കും ഇലകൾക്കും ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഈ ചെടി നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ട് കുറേ അധികം തൈകൾ ഇതിൽ നിന്നും വരുമ്പോഴും നല്ല ഭംഗിയായിരിക്കും ഈ ചെടിയും കാണാനായിട്ട്. ഇതും അതുപോലെയുള്ള ഒരു സൈസാണ്. ഇതിന് ഇച്ചിരി അല്പം ചുവപ്പ് കൂടുതൽ കലർന്ന രീതിയിലുള്ള ചെടിയാണ്. ഇതൊക്കെ നമുക്ക് ഒരുപാട് ചട്ടിയിലാക്കി വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ സാധാ മോഡല്. ഇത് ഒരുപാടങ്ങ് തഴച്ച് വളർന്ന് ഒരുപാട് തൈകളൊക്കെ ഉണ്ടാകുന്ന ഒരു സൈസിലെ അഗ്ലോണിമയാണ്. പക്ഷേ ഇതിനങ്ങനെ ഒരുപാട് തൈകളൊന്നും ഉണ്ടാകത്തില്ല. എന്നാലും കുറച്ചൊക്കെ തൈകളുണ്ടാവും. എങ്കിലും ഇത് വലിയ ഇലകളാണ് ഇതിന്. അതുകൊണ്ട് ഒരുപാട് തൈകളായിട്ട് വരുന്നില്ല. എങ്കിലും ഈ ഒരെണ്ണം മതി, ഒരു ചട്ടിയിൽ അത് നിറഞ്ഞ് നിൽക്കും. അങ്ങനെയുള്ളൊരു സൈസാണ് ഈ അഗ്ലോണിമ. ഇത് പല കളറിലുള്ളത് നമ്മളിങ്ങനെ നിരത്തി ഇങ്ങനെ ചെടിച്ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ഇതൊരു വളരെ മനോഹരമായൊരു ഡെക്കറേഷൻ പ്ലാന്റ് ആണല്ലോ. നമുക്ക് ലിവിങ് റൂമിലോ മറ്റോ ഒക്കെ വയ്ക്കാനും ഇത് നല്ലതാണ്. ഇത് കണ്ടോ, ഇത് നല്ല ചുവന്ന കളറിലുള്ള ഒരു അഗ്ലോണിമയുടെ തണ്ട് ഞാൻ വെറുതെ മണലിൽ കുത്തി വെച്ച് കൊടുത്തപ്പോൾ അത് കിളിർത്ത് വന്നതാണ്. അങ്ങനെ അത് വേര് പിടിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലേ വേര് വന്നിട്ടുള്ളൂ. കണ്ടോ, ഇതാണ്. അങ്ങനെ നമ്മൾ മണലിൽ കുത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഉടനെ തന്നെ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇത് നല്ല കളറല്ലേ, നല്ല ചുവന്ന കളറിലെ അഗ്ലോണിമയാണ്. ഇത് ഞാൻ 2-3 തണ്ട് അങ്ങാണ്ട് ഒടിച്ച് വെച്ചതാണ്. അതിൽ 2 എണ്ണം കിളിർത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അത് വേര് വന്ന്. ഇനി അത് നമ്മൾ പോട്ടിംഗ് മിക്സർ, മണൽ ചേർന്ന മണ്ണ്, ആദ്യമൊന്നും നമ്മൾ വളമോ ചാണകവളമോ ഒന്നും ചേർക്കേണ്ട. കാരണം ഈ വരുന്ന വേരുകൾ ചിലപ്പം അഴുകിപ്പോകാൻ ചാൻസ് കൂടും. അതുകൊണ്ട് നമ്മൾ ആദ്യം വലിയ രീതിയിലുള്ള വളങ്ങളൊന്നും ചെയ്യണ്ട. സാധാ മണ്ണ്, അതിൻ്റെ കൂടെ പാറപ്പൊടിയോ അല്ലെങ്കിൽ മണലിൻ്റെ തരി ചേർന്നുള്ള പോട്ടിംഗ് മിക്സറിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് വളരാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ല രീതിയിൽ അത് വളരും. ഇത്തരത്തിലുള്ള പോട്ടിംഗ് മിക്സറിൽ നമ്മൾ നടുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്ത് ഈ ചെടി വയ്ക്കാം. അല്ലാതെ നമ്മൾ ചകിരിച്ചോറൊക്കെ പോട്ടിംഗ് മിക്സറിൽ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഷേഡ് ഏരിയയിൽ വെച്ചെങ്കിൽ മാത്രമേ അത് കേടാകാതെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് വെള്ളം വീണത് അഴുകി പോകാൻ തുടങ്ങും. അതാണ് നമ്മൾ ഇങ്ങനെയുള്ള മണൽ ചേർന്ന മണ്ണ് വയ്ക്കുമ്പോൾ നമുക്ക് നേരിട്ട് നമുക്ക് പിന്നെ മഴ കൊള്ളുന്നിടത്ത് വയ്ക്കാം ധൈര്യമായിട്ട്. ഒരു കുഴപ്പവുമില്ല. ചെടികൾ നല്ല രീതിയിൽ വളരുകയും ഒരുപാട് തൈകൾ ഉണ്ടാകുകയും അങ്ങനെ കാട് പിടിച്ച് വളരുന്ന രീതി ഈ ചെടി കാണിക്കും. അങ്ങനെ വളർത്തിയെടുക്കുമ്പോഴാണ് ഈ ചെടിക്ക് ഭംഗിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ ഒരു തൈ നട്ടാലൊന്നും മാത്രം ഇതിന് ഭംഗി ഉണ്ടാവത്തില്ല. അതിന് കാട് പിടിച്ച് വളരണം. ഇതുപോലെ മനോഹരമായ ചെടികളെയും അവയുടെ കെയർ ടിപ്പുകളും അറിയാൻ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമസ്കാരം. ഇനി കാണാം അടുത്ത വീഡിയോയിൽ.